തിരുവല്ല മല്ലപ്പള്ളി സംസ്ഥാന പാതയിൽ പുതുശ്ശേരി ചെങ്ങന്നൂർ ശാഖാ റോഡിൽ പ്രശാന്ത സുന്ദരമായ ശാസ്താംകൽ ഭൂപ്രദേശത്ത് തികച്ചും ഗ്രാമീണ ആരാധന സമ്പ്രദായത്തിലാണ് മല്ലപ്പള്ളി ശാസ്താംകൽ ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. മൂന്ന് നൂറ്റാണ്ടിലേറെ വരുന്ന ഐതിഹ്യ പെരുമയുടെ ശ്രേഷ്ഠതയിലാണ് ആശ്രിതർക്ക് അഭയനാഥനായി ശ്രീധർമ്മശാസ്താവ് ഇവിടെ കുടികൊള്ളുന്നത്. ഉത്തർദേശത്ത് നിന്നും ഈ പ്രദേശത്തെത്തിയ പള്ളിക്കൽ കുറുപ്പന്മാരുടെ ആരാധനാമൂർത്തിയാണ് തൃക്കുന്നപ്പുഴ ശ്രീധർമ്മശാസ്താവ്. എന്നാൽ പ്രായാധിക്യത്താൽ കുറുപ്പന്മാരുടെ വലിയ കാരണവരായ കുറുപ്പ് വല്യച്ഛന നടന്നുപോയി ശ്രീധർമ്മശാസ്താവിനെ ദർശിക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ടായി. അങ്ങനെ ഒരു നാൾ ഇപ്പോൾ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തെ കുളത്തിൽ കുളി കഴിഞ്ഞ ഓലക്കുട എടുക്കാൻ ചെന്ന കുറുപ്പ് വല്യച്ഛന് ഓലക്കുടയ്ക്ക് അമിതഭാരം അനുഭവപ്പെട്ടതും അവസാനം കുട എടുക്കാതെ അദ്ദേഹം മടങ്ങുകയും ചെയ്തു. മനോവിഷമം കൊണ്ട് അദ്ദേഹം ദേവപ്രശ്നം നടത്തുകയും പ്രശ്നവശാൽ തൃക്കുന്നപ്പുഴ ശ്രീധർമ്മശാസ്താവിന്റെ ചൈതന്യം അവിടെ ഉണ്ടെന്ന് തെളിയുകയും ചെയ്തു. പിന്നീട് ഇവിടെ ഒരു ക്ഷേത്രം പണികഴിപ്പിച്ച് താരകബ്രഹ്മമായി ഉരുളൻ കല്ല് വെച്ച ശ്രീധർമ്മശാസ്താവിന് പൂജകൾ ചെയ്തു പോന്നു. ഇവിടെ ഭരണസമിതി 1970 പുതുശ്ശേരി ധർമ്മശാസ്താ ക്ഷേത്ര ഭരണസമിതി രൂപം കൊള്ളുകയും അന്ന് എല്ലാവരും കൂടി ഭക്തജനങ്ങൾ ആവശ്യപ്പെട്ടതിന് പ്രകാരം ഇവിടെ നിത്യപൂജ ആരംഭിക്കുകയുണ്ടായി. കഴിഞ്ഞ ഒരു 10-13 വർഷമായി ശ്രീകുമാർ കുന്നത്തില്ലം തിരുവല്ല അദ്ദേഹം ഈ ക്ഷേത്രത്തിലെ പൂജാരിയായി വരികയും 13 വർഷത്തോളമായി വളരെ ഭംഗിയായ രീതിയിൽ ക്ഷേത്രത്തിലെ പൂജാതി കർമ്മങ്ങളെ നടത്തി വരുന്നു. അതുപോലെ തന്നെ ഇവിടെ ശനീശ്വര പൂജ, അതുപോലെ തന്നെ നീരാജനം, അതുപോലെ തന്നെ എള്ളുപായസം മുതലായ വഴിപാടുകൾ ഭക്തജനങ്ങളുടെ സൗകര്യാർത്ഥം പല വഴിപാടുകളും നടത്തി വരുന്നു. അവരുടെ ഭക്തജനങ്ങളുടെ സൗകര്യം പ്രമാണിച്ച് ആദ്യകാലത്തുണ്ടായിരുന്ന താരകബ്രഹ്മം എന്ന് പറയുന്ന പ്രതിഷ്ഠ അത് മാറ്റി പ്രതിഷ്ഠ ജ്യോത്സ്യൻ്റെ കൈമളി ജ്യോത്സ്യൻ്റെ നിർദ്ദേശപ്രകാരം ആ വിഗ്രഹത്തിലെ വിള്ളൽ ഉണ്ടെന്ന് പറയുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ താരകബ്രഹ്മമെന്ന സങ്കല്പത്തെ മാറ്റി അയ്യപ്പൻ്റെ പ്രതിഷ്ഠ തന്ത്രിയുടെ നിർദ്ദേശപ്രകാരം അയ്യപ്പൻ്റെ പ്രതിഷ്ഠ നടത്തുകയുണ്ടായി. അയ്യപ്പൻ്റെ വിഗ്രഹ പ്രതിഷ്ഠ നടത്തണമെന്ന് തന്ത്രി പറഞ്ഞത് അനുസരിച്ച് വളരെ ഭംഗിയായ രീതിയിൽ അയ്യപ്പൻ്റെ വിഗ്രഹം ഉണ്ടാക്കി ഇവിടെ പ്രതിഷ്ഠിച്ചു. അയ്യപ്പനെ ഇവിടെ ആരാധിച്ചു വരുന്നു. അതുപോലെ തന്നെ ശിവൻ്റെ പ്രതിഷ്ഠ, യോഗീശ്വര സ്വാമി, അതുപോലെ തന്നെ രക്ഷസ് മുതലായ പ്രതിഷ്ഠകളും ഭംഗിയായി നടക്കുകയുണ്ടായി. ഓല കൊണ്ട് പണിത ക്ഷേത്രം ജീർണിച്ചതോടെ ദേശത്ത് പലവിധ ദോഷങ്ങൾ സംഭവിച്ചു. 1970 ബ്രഹ്മശ്രീ ചേപ്പാട് കൈമളിന്റെ ദേവപ്രശ്നത്തിൽ കാലാന്തരത്തിൽ പ്രതിഷ്ഠയ്ക്ക് ക്ഷതം സംഭവിച്ചിട്ടുണ്ടെന്നും ക്ഷേത്ര പുനരുദ്ധാരണം നടത്തണമെന്നും തീർപ്പ് ലഭിച്ചു. 2003 മാർച്ച് 17 ശ്രീധർമ്മശാസ്താവിന്റെ പുനഃപ്രതിഷ്ഠ നടന്നതോടെ ദേശത്തിന് അഭിവൃദ്ധി ഉണ്ടാകുകയും ചെയ്തു. ക്ഷേത്ര ദർശനത്തിനെത്തുന്ന ഭക്തരുടെ എണ്ണം നാൾക്കുനാൾ വർദ്ധിക്കുകയാണ്.
ഇവിടുത്തെ പ്രധാന ആട്ടവിശേഷം മീനമാസത്തിലെ ഉത്രത്തോടനുബന്ധിച്ച് നടക്കുന്ന ഉത്സവമാണ്. 8 ദിവസത്തെ ഉത്സവമാണ്. ഈ ഉത്സവ വേളയിൽ പണ്ടുകാലം മുതലേ തന്നെ പ്രധാന ചടങ്ങുകളൊന്നായിരുന്നു കഥകളി. പറയുന്നത് ഇവിടുത്തെ ധർമ്മശാസ്താവിന് കഥകളി പ്രിയങ്കരനാണ് എന്നും വഴിപാടുകളായി കഥകളി സമർപ്പിച്ചു കൊണ്ടേയിരുന്നു. പിന്നെ ഇവിടുത്തെ പ്രധാന മറ്റ് വഴിപാടുകൾ ചുറ്റുവിളക്ക് സന്താന ഭാഗ്യത്തിനും സ്വയംവരങ്ങൾക്കും ആയിട്ട് പലരും ചുറ്റുപാട് വഴിപാടുകൾ സമർപ്പിക്കാറുണ്ട്. നാലമ്പലവും ആനക്കൊട്ടിലും കൊടിമരവും ഉപദേവതകളുടെ പ്രതിഷ്ഠയും പിന്നീട് നടന്നു. ദേവപ്രശ്നത്തിൽ ശിവസാന്നിധ്യം തെളിഞ്ഞതിനെ തുടർന്ന് നാലമ്പലത്തിന് പുറത്ത് ശിവാലയവും സ്ഥാപിക്കുകയും ചെയ്തു. തൃക്കുന്നപ്പുഴ ശ്രീധർമ്മശാസ്താവിന്റെ ചൈതന്യം തെളിഞ്ഞു നിൽക്കുന്ന അയ്യപ്പ പ്രതിഷ്ഠ ആയതിനാൽ കടലോര മേഖലയിൽ നിന്ന് ധാരാളം ഭക്തർ ശാസ്താംകൾ ശ്രീധർമ്മശാസ്താ ക്ഷേത്രത്തിൽ ദർശന പുണ്യം തേടിയെത്താറുണ്ട്. വിളിച്ചാൽ വെളിപ്പുറത്തെത്തുന്ന അയ്യന് മുന്നിൽ ചുറ്റുവിളക്ക് തെളിയിക്കാനും നീരാഞ്ജനം, എള്ള് പ്രസാദം, ഉത്രം പൂജ എന്നിവ നടത്തുവാനും ധാരാളം ഭക്തരാണ് ഈ ക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചേരുന്നത്. എല്ലാ ശനിയാഴ്ച തോറും നീരാഞ്ജനം ഒരു അഭീഷ്ട വഴിപാടായിട്ട് നടക്കുന്നു. ക്ഷേത്രത്തിലെ നിത്യപൂജ 3 പൂജകളാണ്. ഉഷപൂജ, ഉച്ചപൂജ, അത്താഴപൂജ, അങ്ങനെ 3 പൂജയാണുള്ളത്. ധാരാളം ഭക്തജനങ്ങൾ എത്തിച്ചേരുന്ന ഒരു ക്ഷേത്രമാണ്. പ്രത്യേകിച്ച് മണ്ഡല കാലയളവിൽ ഭക്തജന ബാഹുല്യമുള്ള ഒരു ക്ഷേത്രമാണ്. പ്രധാന ദേവൻ ധർമ്മശാസ്താവാണെങ്കിൽ പോലും ഉപദേവന്മാരായിട്ട് മഹാദേവനും ഗണപതിയും രക്ഷസും യോഗീശ്വരനും ഇവിടെ കുടികൊള്ളുന്നു. ശനിയാഴ്ച തോറും നീരാഞ്ജനം ധാരാളം വഴിപാടായി നടക്കുന്ന ഒരു ക്ഷേത്രമാണ്. നിവേദ്യം പായസം, പാൽപ്പായസം, വെള്ളനേദ്യം, ശനിയാഴ്ച ദിവസങ്ങളിലെ ഉണ്ണിയപ്പം വഴിപാട്, മറ്റു വിശേഷാൽ നിവേദ്യങ്ങൾ നടക്കാറുണ്ട്. ശിവഭഗവാന ജലധാര, പിൻവിളക്ക, സോമഹാര പൂജയും നടന്നുവരുന്നു. ബ്രഹ്മരക്ഷസിന് വ്യാഴാഴ്ച ദിവസം വിശേഷാൽ പാൽപ്പായസവും നടത്താറുണ്ട്. കന്നിമാസത്തിലെ ആയില്യം നാളിൽ നാഗപൂജയും വിശേഷമായി തന്നെ നടക്കുന്നു. എല്ലാ വർഷവും ശ്രീമദ് ഭാഗവത യജ്ഞവും നടന്നുവരുന്നു. ശ്രീധർമ്മശാസ്താവിന് ഉദ്ദിഷ്ടകാര്യ സിദ്ധിക്കായി കഥകളി വഴിപാട് നടത്തുന്ന ക്ഷേത്രമെന്നുള്ള പ്രത്യേകതയും ശാസ്താംകൾ ശ്രീധർമ്മശാസ്താ ക്ഷേത്രത്തിനുണ്ട്.